സഹകരണ മന്ത്രാലയത്തിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്ത് കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലുമായി പ്രവർത്തിച്ചു വരുന്ന സദേൺ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് ആൻഡ് മൾട്ടിപർപ്പസ് സൊസൈറ്റി ലിമിറ്റഡിന്റെ വാഴക്കുളം കസ്റ്റമർ ഫെസിലിറ്റേഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. വാഴക്കുളം പുൽപ്പറമ്പിൽ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ച സൊസൈറ്റിയുടെ ഉദ്ഘാടനം ഗ്രൂപ്പ് ചെയർമാൻ പോൾസൺ ചിറയത്ത് നിർവഹിച്ചു. 2002 മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് പ്രകാരം 2009 കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന് കീഴിൽ രജിസ്റ്റർ ചെയ്ത് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലുമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സദേൺ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് ആൻഡ് മൾട്ടിപർപ്പസ് സൊസൈറ്റി ലിമിറ്റഡ് വാഴക്കുളം കസ്റ്റമർ ഫെസിലിറ്റേഷൻ സെന്ററാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. 42 ശാഖകളാണ് സദേൺ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കുള്ളത്. നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും സ്വീകരിക്കുന്ന നിക്ഷേപങ്ങൾക്ക് മികച്ച പലിശ നിരക്ക് നൽകുകയും ചെയ്യുന്നതിനു പുറമെ വനിതകൾക്കും ചെറുകിട വ്യാപാരികൾക്കും സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനായി ലോണുകൾ നൽകുകയുമാണ് സൊസൈറ്റിയുടെ ലക്ഷ്യം. ഞങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ സാധാരണക്കാരുടെ ജനങ്ങൾക്ക് അവരുടെ കയ്യെത്തും ദൂരത്ത് അവരുടെ സാമ്പത്തിക ആവശ്യങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനമായ ലക്ഷ്യം. ഇന്ന് 50% വരുന്ന ആളുകൾക്ക് ബാങ്കിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്ന വസ്തുത നിലനിൽക്കെ അവരുടെ സാമ്പത്തികമായ ആവശ്യം അവർക്ക് ചെറിയ മൂലധനം വെച്ച് അവരുടെ വരുമാന മാർഗങ്ങളെ വർദ്ധിപ്പിക്കുവാൻ വേണ്ട സാമ്പത്തിക സഹായമാണ് ഞങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് പബ്ലിക്കിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കൃത്യമായി ഞങ്ങളുടെ ലോൺ അവൈൽ ചെയ്യുന്ന ഭൂരിഭാഗവും വനിതകളാണ്. കൃത്യമായ തിരിച്ചടവ് അവർ നൽകുന്നത് കൊണ്ട് ഞങ്ങളുടെ നിഷ്ക്രിയ ആസ്തി എന്ന് പറയുന്ന 1% താഴെ കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സദേൺ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് ആൻഡ് മൾട്ടിപർപ്പസ് സൊസൈറ്റിയുടെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത്. സദേണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെയർമാൻ പറഞ്ഞതിനോട് അനുബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലായി വിവിധ മേഖലകളിൽ സാമ്പത്തിക മേഖലയിൽ വിവിധ കമ്പനികളായി ചരിത്രം കുറിച്ച ഒരു ഗ്രൂപ്പാണ് ഇന്ന് വാഴക്കുളത്തേക്ക് എത്തിയിരിക്കുന്നത്. തുടങ്ങിയത് മാക്സ് വാല്യൂ എന്ന് പറയുന്ന ഒരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയാണെങ്കിൽ അതിനുശേഷം CFCICA, സുപ്ര പസഫിക്, സെല്ലിൽ ബസാർ, മാക്സ് വാല്യൂവിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങൾ, ഇത്തരത്തിൽ വിവിധ തരം സാമ്പത്തിക മേഖലയിലുള്ള വിവിധ തരം സ്ഥാപനങ്ങൾ തുടങ്ങുകയും വളരെ വിജയകരമായ തേരോട്ടം കേരളത്തിൽ ഇങ്ങോളം നടത്താൻ കഴിഞ്ഞ ഒരു ലീഡർഷിപ്പ് ടീമും ഒരു ഡയറക്ടർ ബോർഡുമാണ് ഈ ഒരു പ്രസ്ഥാനത്തിന് പുറകിലുള്ളത്. ഏതാണ്ട് 18 കോടിയിൽ നിന്ന് 2700 കോടിയിലേക്ക് വെറും 2.5 വർഷം കൊണ്ട് വളർത്താൻ ഈ പറയുന്ന സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞ വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിലാണ് സദേൺ മൾട്ടിപർപ്പസ് ആൻഡ് മൾട്ടി ക്രെഡിറ്റ് സൊസൈറ്റി കേരളത്തിൽ വരാൻ വിഭാവനം ചെയ്യുന്നത്. ഗോൾഡ് ലോൺ സൗകര്യവും സദേൺ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഒരുക്കിയിട്ടുണ്ട്. വാഴക്കുളം ജംഗ്ഷനിലെ പുൽപ്പറമ്പിൽ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ച സദേൺ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് ആൻഡ് മൾട്ടിപർപ്പസ് സൊസൈറ്റിയുടെ ഉദ്ഘാടനം ഗ്രൂപ്പ് ചെയർമാൻ പോൾസൺ ചിറയത്ത് നിർവഹിച്ചു. മാക്സ് വാല്യൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കഴിഞ്ഞ വ്യാഴവട്ടകാലമായിട്ട് കേരളത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു ധനകാര്യ സ്ഥാപനമാണ് മാക്സ് വാല്യൂ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഏകദേശം 2500ഓളം വരുന്ന ജീവനക്കാരുമായിട്ട് കേരളത്തിലും അതേപോലെ തന്നെ കർണാടകയിലും ആന്ധ്രാപ്രദേശിലും നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ധനകാര്യ സ്ഥാപനമാണ് മാക്സ് വാല്യൂ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് ലിമിറ്റഡ്. അതിൻ്റെ ഒരു ഉപസ്ഥാപനങ്ങളായിട്ടുള്ള മാക്സ് വാല്യൂ നിധി ലിമിറ്റഡ്, അതുപോലെ തന്നെ മാക്സ് വാല്യൂ കൺസൾട്ടൻസി, അതുപോലെ തന്നെ CFCA, അതുപോലെ തന്നെ പല ഉപ വ്യവസായങ്ങളും ഈ മാക്സ് വാല്യൂ ഗ്രൂപ്പിൻ്റെ കീഴിലുണ്ട്. അതിൽ പുതിയതായിട്ട് ആരംഭിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സദേൺ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ആൻഡ് ക്രെഡിറ്റ് മൾട്ടിപർപ്പസ് സൊസൈറ്റി എന്ന് പറയുന്ന ഈ സ്ഥാപനം. ഇതിനോടകം തന്നെ ഏകദേശം 42ഓളം ബ്രാഞ്ചുകൾ സദേണിൻ്റെ പേരിൽ കേരളത്തിലുടനീളം തുടങ്ങിക്കഴിഞ്ഞു. ഇത് 43ാമത്തെ ബ്രാഞ്ചാണ് ഇന്ന് വാഴക്കുളത്ത് ഞങ്ങളിവിടെ തുടങ്ങുന്നത്. സാധാരണക്കാരായ വനിതകളുടെയും വ്യാപാരികളുടെയും മികച്ച ജീവിത നിലവാരം ഉയർത്തുന്നതിനും ഒപ്പം അവരുടെ സ്വയം പര്യാപ്തത കൂടി ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയുമാണ് സൊസൈറ്റിയുടെ പ്രവർത്തനമെന്ന് ചെയർമാൻ പറഞ്ഞു. മഞ്ഞള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി ജോസ്, മാനേജിംഗ് ഡയറക്ടർ മനോജ് കെ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോസി ജോളി വട്ടക്കുഴി, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സിജു സെബാസ്റ്റ്യൻ, പൈനാപ്പിൾ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് പെരുമ്പള്ളിക്കുന്നേൽ, ഡയറക്ടർമാരായ മനോജ് പി തോമസ്, ഷൈജു ജോൺ, റീജിയണൽ മാനേജർ അമ്പിളി ഗ്രേസ് ജോൺ,
ബ്രാഞ്ച് മാനേജർ ജോണി പൂക്കാട്ട്, നിർമ്മല കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ പ്രൊഫസർ ജോർജ് ജെയിംസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഏതൊരു ബാങ്കിങ് സ്ഥാപനം നടത്തുന്ന പോലെ തന്നെ അസറ്റും ലയബിലിറ്റിയും ഒരേ രീതിയിൽ തന്നെ ഡിപ്ലോയ് ചെയ്യാനും അത് ലയബിലിറ്റി എടുക്കുവാനും മുന്നോട്ട് നല്ല രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലേക്ക് അല്ലെങ്കിൽ സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ വിവിധങ്ങളായ ആവശ്യങ്ങളെ ക്ലിയർ ചെയ്യാനും അവർക്ക് സപ്പോർട്ട് കൊടുക്കുവാനും അതുപോലെ നല്ല ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുവാനും ഞങ്ങൾക്ക് മുൻകാലങ്ങളിൽ ഞങ്ങളുടെ പ്രസ്ഥാനങ്ങളിൽ കൂടെ നടത്തിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതുവരെയും ഒരു കംപ്ലൈൻറ്റുകളും ഒന്നും ഇല്ലാതെ തന്നെ വളരെ ശക്തമായ രീതിയിൽ തന്നെ ഏതൊരു പ്രസ്ഥാനം ഏറ്റെടുത്താൽ അതിനെ നിറവോടുകൂടി തന്നെ അതിൻ്റെ 100% സക്സസ്ഫുൾ ആയിട്ട് ഇതുവരെ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ ഗ്രൂപ്പിൻ്റെ തന്നെ ഏറ്റവും അഭിമാനകരമായ നിമിഷം.